കഴിഞ്ഞ ദിവസം വന്ന അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെന്റിനെ കുറിച്ച് നിങ്ങൾ പത്രദൃശ്യ മാധ്യമങ്ങളിൽ കണ്ടു കാണും. ആ കേസിന്റെ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, മാതാപിതാക്കള് മകന്റെ ഭാര്യയിൽ നിന്ന് ജീവനാംശം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഫയൽ ചെയ്യാണ് ഉണ്ടായത്. അവരുടെ മകൻ കോൺസ്റ്റബിൾ ആയിരുന്നു. അപ്പോൾ മകൻ മരണപ്പെട്ടതിന് ശേഷം ആ ജോലി മകന്റെ ഭാര്യയ്ക്ക് ലഭിക്കുന്നു. അപ്പോൾ മകനായിരുന്നു അവരുടെ ഏക ആശ്രയം എന്ന് പറയുന്നത്. അപ്പോൾ മരുമകളിൽ നിന്ന് ജീവനാംശം വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു, അതായത് ഞങ്ങളെ സംരക്ഷിക്കേണ്ടത് ധാർമ്മിക ബാധ്യതയായിട്ട് ആണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഹർജി കൊടുത്തിരുന്നത്. പക്ഷെ അലഹബാദ് ഹൈക്കോടതി അവരുടെ ഹർജി തള്ളുകയാണ് ഉണ്ടായത്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ സെക്ഷൻ 144 ആരൊക്കെയാണ് ജീവനാംശം കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അതിൽ മരുമകൾ ഉൾപ്പെടുന്നില്ല എന്നായിരുന്നു കോടതി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സംരക്ഷിക്കേണ്ടത്, മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് ധാർമ്മിക ബാധ്യതയാണെങ്കിൽ കൂടി നിയമബാധ്യതയായിട്ട് കണക്കിലാക്കാൻ പറ്റില്ല, അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എന്നായിരുന്നു അലഹബാദ് ഹൈക്കോടതിയുടെ വാദം. അപ്പോൾ ഈ ഒരു കേസിൽ, ഈ ഒരു വിധിയിൽ എനിക്ക് എൻ്റെ പേഴ്സണൽ ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഞാനൊരു വക്കീലാണ്, അതിലുപരി ഞാനൊരു മരുമകളും കൂടിയാണ്. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വീട്ടില്, ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം അച്ഛനും അമ്മയെ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അവരെ സംരക്ഷിക്കേണ്ടത് നിയമത്തിനേക്കാൾ ഉപരി നമ്മളെ ഒരു ധാർമ്മിക ബാധ്യത തന്നെയാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്നിരുന്നാൽ കൂടി ഞാൻ പറയാം, കുറേ സ്ത്രീകൾ, അതായത് അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മാനസികമായിട്ടും ശാരീരികമായും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാം. കുറേ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോ ആൾക്കാർ ഓരോ കാര്യം പറഞ്ഞിട്ട് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ പേഴ്സണലി അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ അവരെ നോക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്. അപ്പം ഞാൻ ഒരു കാര്യം പറയുക വെച്ചാൽ, നമ്മളൊരു 19-20 വയസ്സിൽ വിവാഹം കഴിച്ച് പോവുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ അച്ഛനും അമ്മയും കൂടെ നമ്മൾ നിന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും കൂടിയാണ്. ജീവിതത്തിൻ്റെ ബാക്കി സമയങ്ങളെല്ലാം അവരുടെ കൂടിയാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമുക്ക് തന്നെയാണ്. അപ്പോൾ മാതാപിതാക്കളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കയറി ചെല്ലുന്ന മരുമകളെ സ്വന്തം മകളായിട്ട് കാണാം. മരുമകളായിട്ടല്ല, നീ കയറി വന്നവളല്ലേ, അങ്ങനെയുള്ള രീതിയിൽ പറയാതെ സ്വന്തം മകളായിട്ട് കാണുക. അതുപോലെ തന്നെ കയറി ചെല്ലുന്ന പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ സ്വന്തം അച്ഛനും അമ്മയെ എങ്ങനെയാണോ നോക്കിയത്, അവരോട് എങ്ങനെയാണോ നിങ്ങളുടെ സ്നേഹം, അതുപോലെ തന്നെ നിങ്ങൾ കയറി ചെല്ലുന്ന വീട്ടിലെ നിങ്ങളുടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയോടും ആ ഒരു പരിഗണന അവർക്കും കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ആയാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.